ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ ഇന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ചിക്കൻ മന്തി ഉണ്ടാക്കുന്നുണ്ട്, അതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടാതെ ലൈക്കും ചെയ്യുക. അപ്പോൾ ഇതാ ഞാനൊരു 7 മണിക്ക് ശേഷമായിട്ട് ഞാൻ അടുക്കളയ്ക്ക് വന്നത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, മദ്രസ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ സമാധാനത്തിൽ വന്നതാണ്. അപ്പോൾ ഞാനിതാ റേഷനരി വെച്ചിട്ടുണ്ട് പുട്ടുണ്ടാക്കണത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പുട്ടുണ്ടാക്കിയാൽ. അപ്പോൾ തലേ ദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിന്നെ രാവിലെ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാനിതാ പൊടിച്ച് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തുക്കണേ. അപ്പോൾ ഇങ്ങനെ പൊടിച്ച് എടുക്കട്ടോ, നല്ല നൈസാക്കി കിട്ടും. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഉപ്പിട്ടെടുത്ത് മാത്രം മിക്സാക്കി കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതൊക്കെ ആയതിനു ശേഷം ഞാനിതാ പുട്ടുണ്ടാക്കണത്. പിന്നെ എല്ലാവർക്കും അറിഞ്ഞത് തന്നെയല്ലേ തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ തേങ്ങ പിശിക്കാണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഇവിടെ തെങ്ങുമില്ല. പിന്നെ തേങ്ങയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്നെങ്കിൽ കടയിൽ നിന്ന് വാങ്ങണം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരണം. അപ്പോൾ ഞാൻ തേങ്ങ കുറച്ചിട്ട് ഇട്ട് കൊടുക്കണത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് പുട്ട് അവിടെ കിടന്ന് റെഡി ആവട്ടെ. പിന്നെ ഞാൻ വേഗം കടലക്കറി ഉണ്ടാക്കാൻ നിന്നിട്ടോ. അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിന് കടല. അപ്പോൾ ഞാൻ ഇത് കുക്കറിലിട്ടിട്ട് ആദ്യം കടലൊന്ന് എടുത്തിട്ട് പിന്നെ മസാല ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഉണ്ടാക്കൽ. അപ്പം ഞാൻ അതവിടെ വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാനിതാ അതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാനുള്ള സവാള കട്ട് ചെയ്തിരിക്കുകയാണ്. ആ സമയമായപ്പോഴത്തേന് ഇതാ പുട്ട് റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതൊരു 3-4 കുറ്റിയൊക്കെ ഇവിടെ ഉണ്ടാക്കണം, കാരണം ഇതൊരു ചെറിയ പുട്ടും കുറ്റി ആയതുകൊണ്ട് തന്നെ ഒരു 3-4 ട്രിപ്പൊക്കെ ആയി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ. അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയതിന് ശേഷം പിന്നെന്താ ഞാൻ കറിയും റെഡിയാക്കി എടുത്തിട്ട്. അപ്പോൾ ഇത് കടല കുറച്ച് വെന്തതിന് ശേഷം ഞാനിത് മിക്സിയിലിട്ടൊന്ന് കുറച്ച് കടലെടുത്ത് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കട്ടി കിട്ടാൻ നല്ല ടേസ്റ്റുമാണ് ഈ കടലക്കറി. അപ്പോൾ അതൊക്കെ റെഡി ചെയ്തതിന് ശേഷം ഇതാ ഞാൻ മക്കൾക്ക് കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ട് ഇനി മക്കൾ ചായയൊക്കെ ഇരുന്ന് കുടിക്കണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഓർക്ക് സ്കൂൾക്ക് പോകാൻ. ഇതാ അതിനിടയിൽ ഇന്നലത്തെ ചിക്കൻ കറിയും കൂടി ഉണ്ടായിട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി മക്കളൊക്കെ ചായയൊക്കെ കുടിച്ച് ഒരു റെഡിയായി സ്കൂൾക്ക് പോയിക്കണേ. അതിന് ശേഷമാണ് ഞാനും ഫൈസലാക്കിയും കൂടി ഇരുന്ന് ചായ കുടിച്ചതിട്ട്. അവർ 9 മണിക്ക് കഴിഞ്ഞതിന് ശേഷം ഫൈസലാക്കൊന്നും പോയിട്ടില്ല, അപ്പം ഇന്ന് ലീവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് വന്നിട്ട് ചിക്കൻ മന്തി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇതാ അതിലേക്കുള്ള ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടെടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിഞ്ഞത് തന്നെ ആവും, ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ കാണിക്കണത്. അപ്പോൾ അതാ മാഗി ക്യൂബ് 2 ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ ഇതിലേക്ക് മാഗി ക്യൂബ് ഇടുമ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതിൽ തന്നെ നല്ല ഉപ്പുണ്ട്. പിന്നെ ഞാൻ കെച്ചപ്പ് ചേർത്ത് കൊടുക്കണേ ഒരു 3-4 ടീസ്പൂൺ സ്പൂണാണോ എനിക്കറിയില്ല, ഒരു 4 സ്പൂൺ ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ ഞാനിതിലേക്ക് ക്യാപ്സിക്കം ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ, ക്യാപ്സിക്കം ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചോറിലേക്ക് ക്യാപ്സിക്കം ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുക്കണില്ല. പിന്നെ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി അത്യാവശ്യം ചേർത്ത് കൊടുക്കണം, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അത്യാവശ്യം എരിവൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെന്താ ഞാൻ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് മന്തി മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കണം. പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടാ. പിന്നെ അതൊക്കെ നല്ലതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ കളറ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, നിർബന്ധമൊന്നുമില്ല. കളറ് ചേർത്ത് കൊടുത്താൽ ചിക്കൻക്കൊരു കളറ് കാണാനൊരു രസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചൊരു കളറ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു 1/2 മണിക്കൂർ അവിടെ വെച്ചതിന് ശേഷമാണ് പിന്നെ വേവിച്ചെടുത്തത്. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടാ. പിന്നെ അതിലേക്ക് ഇടുന്ന് മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ വെള്ളം വെച്ചിട്ട് നമ്മൾ അരി തിളപ്പിച്ചെടുക്കാനുള്ള. അപ്പോൾ അതൊക്കെ തിളച്ച് വന്നതിന് ശേഷം ഞാനിതാ ഒരു നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് കേട്ടോ. കുരുമുളക് ഞാൻ അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചോറിലേക്ക് കുരുമുളക് കടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ പിന്നെ അരി കഴുകിയത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതവിടെ കിടന്ന് റെഡി ആവട്ടെ. അപ്പോൾ തന്നെ ഞാൻ ചിക്കന് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് നല്ലതുപോലെ ഒന്ന് വേവട്ടെ. അപ്പോൾ ആ അരിയൊക്കെ ഏകദേശം വേവൊക്കെ റെഡി ആയിങ്ങാണ്ട് വന്നിക്കണം. ഇപ്പുറത്താണെങ്കിൽ ചിക്കനും തിളച്ച് വന്നിക്കണം. അപ്പോൾ ഇത് ചിക്കൻ തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ്. അപ്പോൾ അത് അതിൽ തന്നെ കിടന്ന് വറ്റുട്ടാ. പിന്നെ ഞാൻ കുറച്ചൊന്ന് കോരി മാറ്റി വെച്ചിനി അവസാനം ഒന്ന് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതാ ചോറ് ഏകദേശമൊക്കെ റെഡിയായി വന്നതിന് ശേഷം ഞാൻ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കോരി വെച്ചിട്ടുണ്ട് കുറച്ച്
ഇത് ഞാൻ ചോറിലേക്ക് ഒഴിച്ചെടുക്കും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ. ആ ചോറിലും കൂടി ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ മസാല ഇതൊക്കെ ഉണ്ടാവും, ടേസ്റ്റ് ഫ്ലേവറൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ചോറ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ പുറത്താണെങ്കിൽ ചെറുങ്ങനെ ഒരു മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് കണൽ ആവശ്യമുണ്ടല്ലോ, ഇനിയിപ്പോൾ കണലിനിപ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കാനിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത് നമ്മൾ അയൽവാസിൻ്റെ അടുക്കളയിൽ പോയിങ്ങാണ്ട് എടുത്ത് കൊണ്ടുവരുന്ന വരവാണ് ഇട്ടത്. കുറച്ച് കണലൊക്കെ എടുത്തുകൊടുങ്ങാണ്ട് ഞാനിത് വെച്ചെടുത്തുങ്ങാണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ ഞാനവിടെ കുത്തി കൊടുത്തിട്ടുണ്ട് ഒരു രസത്തിന് വേണ്ടി. മല്ലിച്ചപ്പൊക്കെ ഇട്ടുകൊടുത്ത് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ അവിടെ കിടന്ന് ഇനി സെറ്റായിക്കോളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ കൂളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ മോനുൻ്റെ ഫ്രണ്ടും കൂടി ജുമാക്കെ കഴിഞ്ഞാണ്ട് ചോറ് തിന്നാൻ വന്നിരിക്കണം കേട്ടോ. അപ്പം ഞാൻ ഓരിക്കുള്ള ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ ഓന് എല്ലാ വെള്ളിയാഴ്ച സ്കൂളിൽ നിന്ന് ചോറ് തിന്നാൻ വീട്ടിലേക്ക് വരില്ല കേട്ടോ, നമ്മുടെ വീടിൻ്റെ അടുത്ത് സ്കൂളായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചോറ് തിന്നാൻ വരും. അപ്പം ഞാൻ ഓനക്ക് ഫ്രണ്ടിനുള്ള ചോറ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി വേഗം മയോണൈസും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല, നേരം വൈകിയതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ അവർക്ക് കൊടുത്തിട്ട് അവർ അവിടെ ഇരുന്ന് തിന്നട്ടെ. അപ്പം എന്നോട് പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ എന്നിട്ട് എന്നെ പൊക്കി പറഞ്ഞതാണോ എന്താണെന്ന് അറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞ് മന്തി. അപ്പം ഞാനിങ്ങനെ കേട്ടോ, എൻ്റെ മന്തി ഈ ഒരു രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കൽ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫൈസലാക്കൊക്കെ വന്നതിന് ശേഷം ഞാനും ഫൈസലാക്കും കൂടി ഇരുന്ന് തിന്നാൻ കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.